ഹൃദയമൊരുക്കിടാം ഉള്ളുണ്ണിനാഥനെ സ്തോത്രഗീതം പാടിടാം സ്തുതികൾ പാടിടാം ഹൃദയമൊരുക്കിടാം ഉള്ളുണ്ണിനാഥനെ സ്തോത്രഗീതം പാടിടാം ഹല്ലേലൂയ ഹല്ലേലൂയ മാലാഖമാരൊന്നായി പാടുന്നു ഗ്ലോറിയ ഹല്ലേലൂയ ഹല്ലേലൂയ ഉണ്ണിക്കായി പാടിടാം ഹൃദയപൂർവ്വം. ആഹാ, നിങ്ങളിവിടെ ഉണ്ടായിരുന്നു. രാവിലെ തുടങ്ങിയ പ്രാക്ടീസ് അല്ലേ ടെന്നീസേ? ഉച്ചയാവാറായി, ഇതുവരെ ഒന്നും കഴിഞ്ഞില്ലേ? ദേ കഴിഞ്ഞോ ഞങ്ങള് പ്രദർശനത്തിന് പുതിയൊരു പാട്ട് പ്രാക്ടീസ് ചെയ്യായിരുന്നു. സൂപ്പർ പാട്ടാ അല്ല ജാക്സ? അതച്ചോ പുതിയ പാട്ടൊക്കെ കൊള്ളാം. ഒടുക്കം പിറവിത്തിരുന്നാളുടെ പ്രദർശനം ദുഃഖവള്ളിയുടെ വിലാപയാത്രയാകരുത്. അതെന്താ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ കൊയറിയാർ ഓരോ പരീക്ഷണം നടത്തും. പാവം പള്ളി വരുന്നവര് മണ്ടയ്ക്ക് അടി കിട്ടിയ മാതിരി ഒന്നും മിണ്ടാൻ നിൽക്കും. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, എല്ലാവർക്കും അറിയാവുന്ന പാട്ട് പാടിയാൽ മതി, അതാ നല്ലത്. പിന്നെ സ്ഥിരം പാടുന്ന പാട്ടെങ്കിലും ആദ്യം ഒന്ന് നന്നായി പാടാൻ നോക്ക്. കൂടെ ആ കഴിക്ക് കാലത്തെ വന്നിരിക്കുന്നതല്ലേ, മര്യാദയ്ക്ക് പാടിയില്ലെങ്കിലും മര്യാദയ്ക്ക് കഴിച്ചെന്ന് ആശ്വസിക്കാമല്ലോ. അച്ഛൻ നോക്കിക്കോ, ഈ ക്രിസ്മസ് കുർബാന ഞങ്ങള് കലക്കി മറിക്കും. ഓ, അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? നീയൊക്കെ എന്ന് കയറിൽ കയറിയോ അന്ന് മുതൽ എല്ലാം കലങ്ങാൻ തുടങ്ങി. ഞങ്ങള് നന്നായി പ്രാക്ടീസ് ചെയ്യണ്ട അച്ചോ. ഇല്ല ഡെന്നീസേ, ഈ കുർബാന കഴിഞ്ഞ അച്ഛന്റെ അഭിപ്രായം മാറും. നോക്കിക്കോ. നീയൊക്കെ നന്നായി കൊയർ പാടി കേട്ടിട്ട് വേണം എനിക്ക് ഈ ഇടവകയെന്ന് മാറിപ്പോ. ഇതാദ്യം പറയണ്ടേ? എന്നാ പിന്നെ നമുക്ക് നന്നായിട്ട് പാടാം അല്ലേ ജാക്സൺ? കറക്റ്റ്. ദേ വേണ്ട, നാളെ രാത്രി 11 മണിക്ക് മുമ്പ് തന്നെ വന്ന് പള്ളിയിൽ കുർബാനയ്ക്ക് ഒരുക്കൊള്ളണം. കൃത്യസമയത്ത് വന്ന് മൈക്ക് ടെസ്റ്റിംഗ് കലാപരിപാടി നടത്തിയില്ലെങ്കിലേ ഉണ്ണി പറന്ന് കുരിശുമേൽ ഉദ്ധാനം ചെയ്യും. പറഞ്ഞില്ലെന്ന് വേണ്ട. അച്ഛൻ കൃത്യസമയത്ത് കുർബാന തുടങ്ങിയാൽ മതി. ഇനിയിപ്പോ കുംഭസാര കൂട്ടിലെ ആള് കൂടിയാ തീർന്നില്ല അച്ചോ കൃത്യസമയം. മനസ്സ് നന്നാവാൻ, അത് കഴുകി വെടുപ്പാക്കാൻ ദൈവം തന്ന വരദാനമാ കുംഭസാരം. ആ കാരണം കൊണ്ട് കുർബാന വൈകുന്നെങ്കിൽ വൈകട്ടെ. നിങ്ങളൊക്കെ കുംഭസാരിച്ചാണോ? നിങ്ങളോ? കാലത്ത് വന്ന് പള്ളിയിലിരുന്ന് ഇറങ്ങിയിട്ട് കുംഭസാരിച്ചിട്ടില്ലല്ലേ? വാ 3 പേരും കുംഭസാരിച്ചിട്ട് പോയാൽ മതി. അയ്യച്ചോ വിശന്നിട്ടോ അയ്യച്ചോ, വീട്ടിൽ പോയി ഊണ് കഴിച്ചു വന്നിട്ട് കുമ്പസാരിക്കച്ചോ. വേണ്ട, കുംഭസാരം ആദ്യം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എനിക്കൊന്ന് കുമ്പസാരിക്കണം അച്ചോ. എൻ്റെ മരുമോള് എപ്പോഴും എൻ്റെ അയൽക്കാരോട് എന്നെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. കുംഭസാരമൊക്കെ അവിടെ അമ്പിച്ചാക്കുട്ടിയല്ലേ? അപ്പോ എപ്പോ വരും? അത് പിന്നെ കുർബാനയ്ക്ക് 1 മണിക്കൂർ മുന്നേ വരും. എന്താ അതല്ല, കുംഭസാരിക്കാൻ എപ്പോ വരും? അത് ഊണ് കഴിച്ചു വന്നിട്ട് ഞങ്ങൾ വരാച്ചോ. ഊണ് കഴിച്ചാലും വേണ്ടില്ല, കഴിച്ചില്ലേലും വേണ്ടില്ല. ദേ കുംഭസാരിക്കാതെ ക്രിസ്മസ് സ്ക്വയർ നിങ്ങൾ 3 ആളും വേണ്ട. മനസ്സിലായില്ലേ? ഞാൻ നിങ്ങളെ കാത്തിരിക്കും. കഴിഞ്ഞ ആഴ്ച കുമ്പസാരിച്ചാണോ? ദേ കുംഭസാരിക്കാൻ പോകുമ്പോ ഒരുപാട് നുണ പറയല്ലേ. മക്കള് ചെല്ല് ഊണ് കഴിച്ചു വാ, ഞാനിവിടെ കാത്തിരിക്കും. കുംഭസാരിക്കാതെയാ മാലാഖമാര് ഭൂമിയിൽ സമാധാനത്തിന്റെ പാട്ട് പാടുന്നത്. അതെ ചേട്ടന്മാരെ, ഊണ് കഴിഞ്ഞ് കുമ്പസാരിക്കാൻ നോക്ക്. ഇല്ലെങ്കിലേ കുർബാന നിർത്തി വെച്ച അച്ഛൻ കുമ്പസാരിക്കാൻ വിളിച്ചോണ്ട് പോവും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഞാൻ ഊണ് കഴിഞ്ഞ് കുമ്പസാരിക്കുന്നുള്ളൂ. ഞാൻ കുമ്പസരിച്ചേ പോകുന്നുള്ളൂ. പിന്നെ ക്രിസ്മസിന്റെ കുർബാനയ്ക്ക് ഞാൻ കൃത്യസമയത്ത് എത്തൂ. നമ്മളൊക്കെ നോക്കിയതല്ലേ, നിങ്ങളൊക്കെ ഒന്ന് വന്ന് ഫ്രഷ് ആയാൽ മതി. ഡെന്നിസ് എവിടെ പോവാ? സെലക്സ് മാള് ക്രിസ്മസ് ഈവിന് സ്റ്റീഫൻ ദേവസിയുടെ പ്രോഗ്രാം ഉണ്ട്. എന്റെ കോളേജ് മേറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അവിടെയൊക്കെ പോയി ചെത്തി നടന്നിട്ട് കുർബാനയ്ക്ക് എത്താൻ വൈകല്ലേ? ഇല്ലെന്നേ, ഞാൻ ടൈമിങ്ങിനെത്തും. ക്രിസ്മസ് ഈവ് കോളേജ് മേറ്റ്സിന്റെ ഒപ്പം സെലക്സ് മാളില്, പിന്നെ സ്റ്റീഫൻ ദേവസിയുടെ പ്രോഗ്രാമിന്റെ ഒപ്പം ആഘോഷിക്കാന്ന് വെച്ചാ എന്താ രസം. അതൊരു ത്രില്ലാണ്. ത്രില്ലടിച്ച് നടക്കുന്നതൊക്കെ കൊള്ളാം. പെട്ടെന്ന് എത്തിയാ മതി. വാ സൗമ്യ, നമുക്ക് പോവാം. അതെ ഡെന്നിസേ, എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്ത് ജാക്സ? എനിക്ക് നാളെ രാവിലെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അതിനെന്താ, നമുക്ക് പോവാന്നേ. എന്ത് സാധനം? എവിടേക്കാ? അതൊക്കെ പറയാം. നാളെ മോർണിംഗ് നിനക്ക് വേറെ എൻഗേജ്മെന്റ് ഉണ്ടോ? ഇല്ല ജാക്സ, നീ എന്നെ വിളിച്ചാ മതി. ഓക്കേടാ. എന്തായാലും ഞാൻ നാളെ വിളിക്കാം.
പപ്പ എന്ത് ഈ നേരത്ത്? നിനക്കുള്ളതാ. ഊണ് കഴിക്കുന്ന സമയത്താണോ ശല്യപ്പെടുത്തുന്നത്? ഓ പിന്നെ, പപ്പ എപ്പോ വന്നു? ഇന്ന് ഈ ഭാഗത്തായിരുന്നു സർവേ. അത് കഴിഞ്ഞപ്പോ ദാ കറക്റ്റ് ടൈം ഊണ് കഴിക്കാനുള്ള സമയം. അതായത് പപ്പ എന്ന ഓഫീസിൽ കൊണ്ടുപോയി ഊണ് ആർക്കു ദാനം ചെയ്തു? നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു പുണ്യപ്രവൃത്തി. ആ, ഇതൊന്നുമല്ല. ഊണ് എന്താ കറിയെന്ന് മമ്മിയെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടാവും. മീൻകറി എന്ന് കേട്ടപ്പോ അതിങ്ങ് പോന്നു. ഫയർ പ്രാക്ടീസ് ആവണം വരെ. നാളെ വൈകിട്ടാകുമ്പോഴേക്കും തീരുവോ? അതൊക്കെ തീർന്നു. ഇത്ര പെട്ടെന്നാ? എന്തായി കാണിക്കുന്ന ടെന്നീസേ? ചേട്ടായിന്ന് വിളിക്കടി. അവളുടെ ഒരു ഡെന്നീസ്. പപ്പ പാടിക്കൊണ്ടിരുന്ന കാലത്തെ ഹാർമോണിയം ഒന്നല്ല ഇന്ന് പള്ളിയിലുള്ളത്. വില കൂടിയ കീബോർഡുകളാ. അതില് മൈനസ് ട്രാക്ക് ഇട്ട് പാടുന്ന കാലവും. ആ കാലഘട്ടത്തില് തൊണ്ട പൊട്ടി പാട്ട് പ്രാക്ടീസ് ചെയ്ത് വന്നിരിക്കാ ഞാൻ. കഴിഞ്ഞ ഞായറാഴ്ചത്തെ പാട്ട് ഞാൻ കേട്ടു. മെയിൽ വോയിസ് ഒരു ഭാഗത്ത്, ഫീമെയിൽ വോയിസ് വേറെ ഭാഗത്ത്. അവൾക്ക് പാട്ടിന്റെ വരി അറിയില്ലായിരുന്നു, അതാ അങ്ങനെ വന്നത്. പിന്നെ പിന്നെ ചേച്ചി നല്ലോണം പാടുന്നത്. ഈ ടെന്നീസേട്ടനാ തെറ്റിച്ചത്. ഇന്നലെ വരെ കൊച്ചിന് എക്സാം ആയിരുന്നു. എന്തെങ്കിലും ഒന്ന് ഇനി കഴിക്കട്ടെ. നിനക്ക് ചോറ് വിളമ്പട്ടെ? ഒരു മിനിറ്റ്. ഹലോ, ഒരു മിനിറ്റ് പോലും. ഇനി ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് പ്രതീക്ഷിച്ചാ മതി. ആ പറടാ. ഏയ് ഞാൻ ഇവിടെ എത്തിണ്ട്. എടാ ഇപ്പൊ ഒന്ന് കേറിയുള്ളൂ. ഇല്ലില്ല. എടാ ഇത്ര നേരമായിട്ടും വീട്ടിൽ പറഞ്ഞില്ല. ഹേയ് ഞാൻ എന്തായാലും ഉണ്ട് അവിടെ. ആ ശരി, നീ എല്ലാവരും വിളിച്ച് അറേഞ്ച് ചെയ്. എടാ പിന്നെ രാത്രി 10:00 ഞാൻ പോരും. കൊയറുള്ളതാ. ഡെന്നിസേ വാ ഭക്ഷണം കഴിക്കാം. എടാ ഞാൻ പിന്നെ വിളിക്കാം. നിന്റെ ഫോൺ വിളി കുറച്ച് കൂടുന്നുണ്ട്. നീ എങ്ങോട്ട് പോകുന്ന കാര്യ ഫോണിലൂടെ പറഞ്ഞത്? ഓ അതോ, നാളെ രാത്രി സെലക്സ് മാളിൽ ഒരു മ്യൂസിക് ഷോ ഉണ്ട്. നീ അവിടെ പാടാൻ പോവാണോ? പാടാനോ? അതൊന്നുമല്ല. ഇതൊരു വമ്പൻ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയാ. ഡാൻസ്, മ്യൂസിക്. ഓ നീ നാളെ പോയതന്നെ. അപ്പ ഞാൻ കൊണ്ടുവിടണോ? വേണ്ട. ബൈക്കിന്റെ കീ ഒന്ന് തന്നാ മതി. നിനക്കിന്ന് വേറെ പ്രോഗ്രാം ഒന്നുമില്ലല്ലോ? ഇന്നില്ല, നാളെ ടൗൺ വരെ ഒന്ന് പോണം. ദേ നിങ്ങൾ കേട്ടാ, നാളെ രാത്രി സെലക്സ് മാളില് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കാണാൻ പോവാത്രേ. സെലക്സ് മാളില? അതൊന്നും വേണ്ട. പപ്പ, ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് എല്ലാം പ്ലാൻ ചെയ്തതാ. ഒരു നല്ല ഷോയാ. മാത്രമല്ല 10 മണിക്ക് അത് തീരുകയും ചെയ്യും. ഡെന്നിസേ, നാളെ ക്രിസ്മസ് കൊയർ ഉള്ളതാ. അത് നീ മറന്ന? അതിന്റെ പ്രാക്ടീസ് എല്ലാം തീർന്നതാ പപ്പ. നീ എന്തൊക്കെ പറഞ്ഞാലും നാളെ നീ പോണില്ല. ആ പ്രോഗ്രാമിന്റെ ഫ്ലക്സ് കവലയിൽ ഞാനും കണ്ടിരുന്നു. നീ ചോറിനില്ലേ? ഇല്ല. എന്താ നിങ്ങളുടെ വിചാരം? ഞാനിപ്പോഴും കൊച്ചുകുട്ടിയാണോ? പിന്നെ നീ അങ്ങ് വളർന്ന് വലുതായിരിക്കല്ലേ. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. എന്റെ കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നീ എന്താ നിന്റെ കാര്യം മാത്രം ചിന്തിക്കുന്നേ? ക്രിസ്മസ് ആയിട്ട് ഇവിടെ ഒരു പുൽക്കൂടെങ്കിലും നീ ഉണ്ടാക്കിയോ? പള്ളിയും കൊയറെന്ന് പറഞ്ഞ് നടക്കുന്നതല്ലാതെ ഈ വീട്ടിൽ എന്തെങ്കിലും ഒന്ന് നീ ചെയ്തോ? അതാണ് ഇത്ര വലിയ കാര്യം. ഞാനിന്ന് ഇവിടെ പുൽക്കൂട് പണിയാൻ നിന്ന നാളെ വൈകിട്ട് ഞാൻ സെലക്സ് മാളിൽ പോക്കോട്ടെ? അതിന് പപ്പയല്ലേ നിന്നോട് പോണ്ടാന്ന് പറഞ്ഞത്? അതെ, അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. എന്ത് പ്രശ്നം? പപ്പ, അതന്നെ ഇവിടുത്തെ പ്രശ്നം. നല്ല ആണാ ചേട്ടാ. എന്നാ പണിയാ കാണിച്ചേ? ഡേ മമ്മി എവിടെയെന്ന് കരയുവാ. ഒന്നും വന്നേ, നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാ. നീ നിന്റെ പണി നോക്ക്.
ഞാൻ വന്നോളാം. ചേട്ടായി വാ, നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കണ്ടേ? ഡേനെ, നീ വീട്ടിലേക്ക് പോ, ഞാൻ വരാന്ന് പറഞ്ഞില്ലേ. ആ ഡെന്നിസ് എന്തേ? ദേ നിങ്ങൾ പോയതിന്റെ തൊട്ട് പിന്നാലെ അങ്ങ് പോയതാ അവൻ, ഊണ് പോലും കഴിക്കാതെ. ഇതെന്താ ഡെന്നിസ് ഇങ്ങനെ? പള്ളിക്കൊയർ പാടുന്നവനെ ഇത്രയും വാശിയ? ആ സെലക്സ് മാളി പോണ്ടാന്ന് പറഞ്ഞ എന്റെ വാശിയവന്. പിള്ളേര് വളരുന്നതിനൊപ്പം വാശിയും വളരുക. എനിക്ക് തോന്നുന്നത് അവൻ ആ പ്രോഗ്രാമിന് പോട്ടെ, അവന്റെ കൂട്ടത്തിൽ നിങ്ങളും പോയാ മതി. അങ്ങനെയാവുമ്പോ അവൻ ഒതുങ്ങി നിൽക്കുകയും ചെയ്യും. 10 മണിയാവുമ്പോ നിങ്ങൾക്ക് അവനെയും കൊണ്ട് പോരാലോ. അവൻ ആ പ്രോഗ്രാമിന് പോകുന്നോടൊന്നും എനിക്ക് തടസ്സമില്ല. പക്ഷേ പോകുന്ന ദിവസമാണ് പ്രശ്നം. 24-ാം തീയതി രാത്രി കൂട്ടത്തിൽ അവന്റെ ഫ്രണ്ട്സ് എല്ലാം വരും. അത് ശരി. അവരെങ്ങനെയാണെന്നോ ഏത് തരത്തിൽപ്പെട്ടവരാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. തന്നെയല്ല, അവരൊക്കെ യൂത്താ. ഇത്തരം ആഘോഷത്തിന്റെ ഒക്കെ അവസാനം മദ്യത്തിൽ എത്തിച്ചേരുന്ന പ്രവണത ഇന്ന് കണ്ടുവരുന്നുണ്ട്. അയ്യോ, അത് ഞാൻ ഓർത്തില്ല. അതിലെങ്ങാ നമ്മുടെ മോൻ പെട്ടുപോയാ പിന്നെ പെട്ടുപോകുന്നതിനപ്പുറം അതിനുശേഷം അവൻ അൾത്താരയ്ക്ക് അടുത്ത് നിന്ന് പാടുന്നത് നീയെന്ന് ഓർത്തോക്കി. എന്തായാലും അവന്റെ കൂടെ ഞാനും പോവാം. എന്നാലേ ഞാനൊന്ന് കുളിക്കട്ടെ. മഞ്ഞു പെയ്യും കുളിരുള്ള പുണ്യരാവിൽ പുൽക്കൂട് തീർക്കാം യേശു. മഞ്ഞു പെയ്യുന്ന കുളിരുള്ള രാവിൽ മാലാഖമാരൊന്നായി തീർക്കുന്ന പുൽക്കൂട്. മഞ്ഞു പെയ്യുന്ന കുളിരുള്ള രാവിൽ മാലാഖമാരൊന്നായി തീർക്കുന്ന പുൽക്കൂട്. നിനക്ക് ചായ വേണോ? ആ, കിട്ടിയാ കുടിക്കാം. കിട്ടിയില്ലെങ്കിലോ? ഗോപിയാണ്ട ഹോട്ടലുണ്ട്. അങ്ങനെയാണെങ്കിലേ ഞാൻ തരുന്ന ചായക്ക് കാശ് തരണം. ഒരു ചായക്ക് 6 രൂപ. ഹോട്ടലിലൊക്കെ 8 രൂപയാ. പക്ഷെ നീ എന്റെ മകനായി പോയില്ലേ, ഒരു ഡിസ്കൗണ്ട് ഇരിക്കട്ടെ. മോൻ, എന്താ ഒരു സ്നേഹം! ഇത്ര സ്നേഹം ഉണ്ടായിട്ടാണോ ഇന്ന് ഉച്ചയ്ക്ക് അമ്മ എനിക്കിട്ട് പാര വെച്ചത്? പാരയോ? അതെ, നാളെ സെലക്സ് മോളിൽ പോകുന്ന കാര്യം കൃത്യ ടൈമിനല്ലേ അമ്മ പപ്പയുടെ അടുത്ത് പറഞ്ഞത്. അതിപ്പോ പപ്പ അറിയേണ്ട കാര്യം തന്നെയല്ലേ. പപ്പ അറിഞ്ഞാലും ഇല്ലെങ്കിലും കൊള്ളാം, ഞാൻ നാളെ 6 മണിയാവുമ്പോ സെലക്സ് മാളിൽ പോകും. എന്നാ നീ പൊക്കോ. സത്യമായിട്ടും പപ്പ സമ്മതിച്ചോ? കൊടുക്കായി. ഇങ്ങനെയായിരിക്കണം അമ്മമാര്. അപ്പനും മകനും ഇടയില് പാലമായി മാറണം അമ്മമാര്, എന്നാലേ ഇതൊരു ഭവനമായി മാറും. അങ്ങനെ ഈ ഭവനത്തിലെ റാണിയായി അമ്മ എന്നും ഉണ്ടാവണം. അങ്ങനെയാണെങ്കിലേ സെലക്സ് മാളിൽ പോവാനേ നിന്റെ കൂടെ ഒരു രാജാവും കൂടി ഉണ്ടാവും. രാജാവോ? ഞാൻ റാണിയാണെങ്കിലേ നിന്റെ പപ്പ രാജാവല്ലേ. പപ്പയും കൊണ്ട് സെലക്സ് മാളില് ഞാൻ നാളെ പോണം. അതായത് എനിക്കൊരു ബോഡി ഗാർഡായിട്ട് പപ്പ കൂടെ വരുന്നു. അപ്പോ നാളത്തെ പ്രോഗ്രാം മധുരമിടാത്ത കട്ടൻ ചായ പോലെ. ഇതിൽ മധുരട്ടുണ്ട്. ഈ ചായയുടെ കാര്യമല്ല, നാളത്തെ ചായ. അപ്പൊ പോവാൻ സമ്മതിച്ചു. ഇനി പപ്പയെ ഒഴിവാക്കാൻ നോക്കിയാൽ മതി. മമ്മി, ഞാനൊരു ചായ വെച്ചിട്ട് എത്ര നേരമായി. ഇവിടെ ഒരു പണി എടുക്കാത്തവർക്ക് വേണ്ടി ചായ കൊടുക്കുവാണോ അമ്മ? പൊടി പറഞ്ഞു. എടാ, പകുതി പ്രശ്നം സോൾവായി. പക്ഷെ ഇപ്പൊ പുതിയതായൊരു ഡിമാൻഡ് മമ്മി വെച്ചിട്ടുണ്ട്.
പപ്പ എൻ്റെ കൂടെ വരും പോലും. പോടെ പോടെ പോടെ, കാര്യം എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ പപ്പയാണ് കേട്ടോ. ആ എന്തായാലും ഞാനെത്തും. അതിനു മുമ്പ് പപ്പയെ ഞാനൊന്ന് സോപ്പിടട്ടെ. വീടിൻ്റെ മുമ്പിലേ പപ്പയുടെയും ഡയാനയുടെയും നേതൃത്വത്തിൽ ഒരു പുൽക്കൂട് ഒരുക്കിക്കൊണ്ടിരിക്കുക. അവിടെ പോയി ഒന്ന് തല കാണിക്കണം. ഓക്കെ ഓക്കെടാ, എന്നാ ശരി. ഹൃദയത്തിനുള്ളിൽ ഈശോ ജനിക്കാൻ ഹൃദയങ്ങളൊന്നു ചേർന്ന് പ്രാർത്ഥിക്കണം. ഹൃദയത്തിനുള്ളിൽ ഈശോ ജനിക്കാൻ ഹൃദയങ്ങളൊന്നു ചേർന്ന് പ്രാർത്ഥിക്കണം. മാതാവിനോടു ചേർന്ന് മാതാപിതാക്കളുമായി ഒരുമയോടെ ഒന്നു ചേരാം, പാടിടാം സ്തുതിഗീതം. മാതാവിനോടു ചേർന്ന് മാതാപിതാക്കളുമായി ഒരുമയോടെ ഒന്നു ചേരാം, പാടിടാം സ്തുതിഗീതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയാകട്ടെ, ഇപ്പോഴും എപ്പോഴും. ആ ഡാ ഞാൻ പുറപ്പെട്ടു. ശരി. ആ മമ്മി, ആ ഞാനിപ്പോ അല്ല, വരാം. നീ ഇതെങ്ങോട്ടാ? ജാക്സനും കൂട്ടി ഒരു സ്ഥലം വരെ പോണം. ഒരു മണിക്കൂറിനെ തിരിച്ചു വരും. വന്നിട്ട് പുൽക്കൂട് പണി തീർത്തോളാം. എന്താ നോക്കിക്കണേ? ഇന്നലെ രാത്രി വരെ ദുഃഖിച്ചിരുന്നായിരുന്ന ആളാ. ഇപ്പൊ എന്താ അവന്റെ സന്തോഷം? ഏയ്, അപ്പൊ അവൻ രാവിലെ തന്നെ സെലക്സ് മാളിൽ പോയാ? അല്ല, ഇതാ ജാക്സൺ വിളിച്ചപ്പോ പോയതാ. ദാ മോളു, ഗുഡ് മോർണിംഗ്. പപ്പ, നമുക്ക് ഇതില് രൂപങ്ങൾ വെക്കണ്ടേ? വേണം. എന്നാ വേഗം വാ, നമുക്ക് ഇതില് രൂപങ്ങൾ വെക്കാം. അല്ല, എന്താ നിങ്ങളുടെ പ്ലാൻ? നാളെ ക്രിസ്മസ് അല്ലേ? അതിന് ഞാനെന്ത് വേണം? ഇറച്ചി മീനൊന്നും വാങ്ങണ്ടേ? അതിനിവിടെ ആരെ നോയമ്പെടുത്തുള്ളേ? പപ്പ, ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്. പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോ എനിക്ക് എന്തായാലും കട്ലറ്റ് വേണം. ഇവളുടെ ഒരു കട്ട്ലേറ്റ് പ്രാന്ത്. ഡെന്നിസ് എവിടേക്ക് പോയല്ലേ? ആ എനിക്കറിയില്ല, ആ ജാക്സന്റെ കൂടെ പോയിട്ട് വന്നിട്ടില്ല. നീ ആ സഞ്ചി എടുത്ത്, ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വരാം. ആ നീ അങ്ങോട്ട് എടുക്കും. എടാ നീ ഈ ബേക്കറി കയറാനാണ് രാവിലെ തന്നെ എന്നെ വിളിച്ചോണ്ട് വന്നത്? നീ ചൂടാകരുത് ടെന്നീസേ. ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കണം, അത്രേ ഉള്ളൂ. വാ ചേട്ടാ, എല്ലാം റെഡി അല്ലേ? നിങ്ങൾ പറഞ്ഞ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഹാപ്പി ക്രിസ്മസ്. ഓക്കെ ചേട്ടാ, ഹാപ്പി ക്രിസ്മസ്. ആ ബില്ല് കൊടുക്കാൻ പറ്റും? അതൊക്കെ ഇന്നലെ തീർത്തടാ. നീ കവറിന്ന് അല്ലെങ്കിൽ വേണ്ട, ഇത് പിടി, ഞാൻ ബൈക്ക് എടുക്കാം. എടാ നമ്മളിത് എങ്ങോട്ട് പോകുന്നേ? ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ, അതുവരെ നീ ക്ഷമിക്കും. കയറും.
ഇപ്പൊ പപ്പയെ കണ്ടാ ഡെന്നീസിന്റെ ഏട്ടനാകെ തോന്നുന്നു. അങ്ങനെ വേണം, ഡെന്നീസിന്റെ മുന്നിൽ പിടിച്ചു കണ്ടേ. അല്ല, നിങ്ങളുടെ ഒരുക്കം ഇതുവരെ കഴിഞ്ഞില്ലേ? മമ്മി, ഇവിടെ ഒരു മത്സരം നടക്കാൻ പോവാ. പപ്പയ്ക്കാണോ ഡെന്നീസിനാണോ പ്രായം കൂടുതലെന്ന്. എന്നിട്ട് ഡെന്നീസ് എവിടെ? റൂമിൽ കേറിയിട്ടുണ്ട്, ഇതുവരെ വന്നിട്ടില്ല. ഡെന്നീസേ പോവാ. മോൾക്ക് വിഷമൊന്നുമില്ലല്ലോ അല്ലേ? അടുത്ത വർഷം മോളെ കൊണ്ടുപോട്ടോ. അപ്പൊ എന്നെ കൊണ്ടുവന്നില്ലേ? അത് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, അല്ലേ പപ്പ? അയ്യേ, ഇതെന്താ ഇങ്ങനെ? ഈ വേഷത്തിലാണോ സരസ്മാളിന്റെ പ്രോഗ്രാമിന് പോണേ? ഈ വേഷത്തിന് എന്തൊരു കുഴപ്പം? ആ, ഇതൊക്കെ മതി. വാ പപ്പാ, നമുക്ക് പോവാം. പോട്ടെ. ഇതെന്താ ഇവിടെ? പറയാം. ഏയ്, നീ സെലക്ട് മാളിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട്? ഹലോ, എവിടെ എത്തി? ഗേറ്റിലെത്തിന്നോ? ആ, ഞങ്ങളിവിടെ ഉണ്ട്. ആ, വേവാ. ഓക്കെ. ഇതാരാ? സാധനം കിട്ടിയോ? ഓ കിട്ടി. എത്ര രൂപയായി? 850. അപ്പം ശരി സാർ. ശരി, ബൈ. ഹലോ ഡെന്നീസാ, വാ. ഞങ്ങള് വൈകില്ലല്ലോ. പപ്പ, ഇന്ന് രാവിലെ ഇവിടെ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോ സെലക്ട് മാളിലാകുമായിരുന്നേ. ഡെന്നീസ്, ജാക്സൺ, ഇപ്പോഴെനിക്ക് നിങ്ങളിൽ അഭിമാനം തോന്നുന്നു. ഈ കാലഘട്ടത്തിലെ യൂത്ത് പലപ്പോഴും അടിപൊളി ആഘോഷങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ വേറിട്ട വഴികളിലൂടെ വ്യത്യസ്തരാകുന്നു. ഒഴുക്കിനൊപ്പം നീന്താൻ എളുപ്പമാണ്. ഒഴുക്കിനെതിരെ നീന്തുന്നവരാണ് ദൈവസന്നിധിയിൽ കൃപ നിറഞ്ഞവരായിത്തീരുന്നത്. ഇന്ന് നമ്മുടെ അതിഥികളായി ഇവിടെ എത്തിയിരിക്കുന്നത് ഡെന്നീസും അവൻ്റെ പപ്പയുമാണ്. ഡെന്നീസ് നമ്മുടെ ജാക്സന്റെ ഒരു സുഹൃത്തും കൂടിയാണ്. നമ്മോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ വന്ന ഡെന്നീസിന്റെ പപ്പ തന്നെയാവട്ടെ കേക്ക് മുറിക്കുന്നത്. താങ്ക് യു സിസ്റ്റർ. സ്തുതികൾ പാടിടാം, ഹൃദയമൊരുക്കിടാം, ഉണ്ണുണ്ണിനാഥനെ സ്തോത്രഗീതം പാടിടാം. സ്തുതികൾ പാടിടാം, ഹൃദയമൊരുക്കിടാം, ഉണ്ണുണ്ണിനാഥനെ സ്തോത്രഗീതം പാടിടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, മാലാഖമാരൊന്നായി പാടുന്നു ഗ്ലോറിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഉണ്ണിക്കായി പാടിടാം ഹൃദയപൂർവ്വം. സ്നേഹത്തിൻ മുന്നിൽ കൈകൂപ്പിടാം, ത്യാഗങ്ങൾ ചെയ്തെന്നും വിജയം നേടാം. സ്നേഹത്തിൻ മുന്നിൽ കൈകൂപ്പിടാം, ത്യാഗങ്ങൾ ചെയ്തെന്നും വിജയം നേടാം. എന്നെ പഠിപ്പിച്ച ഗുരുനാഥന എന്നെന്നും പാടിയിടാം സ്തുതിഗീതങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മാലാഖമാരൊന്നായി പാടി
ഗ്ലോറിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണ്ണിക്കായി പാടിടാം ഹൃദയപൂർവ്വം. സ്തുതികൾ പാടിടാം, ഹൃദയമൊരുക്കിടാം. ഉള്ളുണ്ടിനാഥനെ സ്തോത്രഗീതം പാടിടാം. സ്തുതികൾ പാടിടാം, ഹൃദയമൊരുക്കിടാം. ഉള്ളുണ്ടിനാഥനെ സ്തോത്രഗീതം പാടിടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാലാഖമാരൊന്നായി പാടുന്നു ഗ്ലോറിയ.